നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ശ്രീനിവാസന്റെ വിയോഗം കേരളക്കരയെ ഒന്നാകെയാണ് സങ്കടത്തിലാഴ്ത്തിയത്. 48 വർഷത്തെ സിനിമാ ജീവിതം, 200-ലധികം സിനിമകൾ. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ഒരു കലാകാരൻ കൂടെ വിട പറഞ്ഞിരിക്കുകയാണ്. ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന് വിട ചൊല്ലുകയാണ് മലയാള സിനിമ. 1976-ൽ P.A. ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം വെറുമൊരു നടനായല്ല, മറിച്ച് ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും സിനിമയുടെ സമസ്ത മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ച പ്രതിഭയായാണ് വിടവാങ്ങിയത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് നർമ്മത്തിന്റെ ഭാവത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ശ്രീനി എല്ലാവരുടെയും ചുണ്ടിൽ പൊട്ടിച്ചിരി വിടർത്തി. ഇപ്പോഴിതാ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്കു കാണാൻ തമിഴ് നടൻ പാർത്ഥിപൻ രാധാകൃഷ്ണൻ നടത്തിയ അതിസാഹസികമായ യാത്രയും അദ്ദേഹം പങ്കുവച്ച വികാര നിർഭരമായ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. ദുബായ് യാത്രയും മറ്റ് തിരക്കുകളും മാറ്റിവെച്ച് മരണത്തെ പോലും മുഖാമുഖം കണ്ടുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയുടെ വികാര നിർഭരമായ വിവരണമാണ് ആരാധകരുടെ കണ്ണു നിറയ്ക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ സീറ്റുകൾ ലഭ്യമല്ലാതിരുന്നതിനാൽ ജീവനക്കാർ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിലിരുന്നാണ് പാർത്ഥിപൻ കൊച്ചിയിലെത്തിയത്. മമ്മൂട്ടി, മോഹൻലാൽ നടത്തിയ ഇതിഹാസ താരങ്ങൾക്കിടയിൽ തന്നെ ആരും തിരിച്ചറിയില്ല എന്ന് കരുതിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സംവിധായകൻ രാജേഷ് തന്നെ തിരിച്ചറിഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് കുറിച്ചു. എല്ലാ ഗായകന്മാർക്കും ഇടയിൽ നിങ്ങളായിരുന്നു യഥാർത്ഥ താരം എന്ന് രാജേഷ് അയച്ച സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് പാർത്ഥിപൻ തന്റെ പ്രിയപ്പെട്ട ശ്രീനി സാറിന് ആദരവ് നൽകാനായി നടത്തിയ സാഹസിക യാത്രയെക്കുറിച്ച് ആരാധകർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ യാത്ര കേവലം ഒരു സഞ്ചാരമായിരുന്നില്ല, അത് വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത ഒരു നിയോഗമായിരുന്നു. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വിമാനങ്ങൾ ഒന്നുമില്ലെന്നറിഞ്ഞ നിമിഷം ഉള്ളിൽ എന്തോ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. രാത്രി 7:55-ന് എന്റെ ബെൻസ് കാറിന്റെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം, ഒരു നോക്ക് കാണണം. 8:40-ന് വിമാനത്താവളത്തിൽ എത്തുമ്പോഴേക്കും 4 തവണയാണ് മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടത്. ഓരോ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുമ്പോഴും എന്നെ മുന്നോട്ട് നയിച്ചത് ഏതോ അദൃശ്യ ശക്തിയായിരുന്നു. രാത്രി 8:50-ന്റെ വിമാനത്തിൽ സീറ്റുകൾ ഇല്ലായിരുന്നു. നിസ്സഹായനായി ഞാൻ ഇൻഡിഗോ മാനേജരോട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഈ വിമാനത്തിൽ കയറ്റൂ, പൈലറ്റിന്റെ സീറ്റിലായാലും എനിക്ക് കുഴപ്പമില്ല. പകുതി തമാശയായിരുന്നുവെങ്കിലും എന്റെ ഉള്ളുരുകുന്നുണ്ടായിരുന്നു. ഒടുവിൽ 9:25-ന് ഒരു ജീവനക്കാരൻ എനിക്കായി തന്റെ സീറ്റ് ഒഴിഞ്ഞു തന്നു. ആ കരുണയ്ക്ക് മുന്നിൽ ഞാൻ ഇന്നും കടപ്പാടുള്ളവനാണ്. രാത്രി 11 മണിയോടെ കൊച്ചിയിലെ മണ്ണിൽ കാലുകുത്തുമ്പോൾ എവിടെ തങ്ങണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു. ഒടുവിൽ ശ്രീനിവാസൻ സാറിന്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ ഞാൻ അഭയം തേടി. യഥാർത്ഥത്തിൽ ആ രാത്രി ഞാൻ ദുബായിൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിന് വേണ്ടി ഞാൻ എല്ലാ ബുക്കിങ്ങുകളും റദ്ദാക്കി. എന്തിനായിരുന്നു ഈ പരക്കം പാച്ചിൽ? എനിക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആദരാഞ്ജലികൾ അർപ്പിക്കാമായിരുന്നു. പക്ഷേ ഉള്ളിൽ എന്തോ ഒന്ന് എന്നെ വല്ലാതെ വലിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്തിനാണ് ഇത്രയും ദൂരം ഓടിയെത്തിയത് എന്ന് സ്വയം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിന് യുക്തിയേക്കാൾ കൂടുതൽ വൈകാരികതയുടെ ഉത്തരമാണ് ഉണ്ടായിരുന്നത്. അവിടെ മലയാള സിനിമയിലെ ഇതിഹാസങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അതോടൊപ്പം തന്നെ ദിലീപും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും പ്രശസ്തിയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്ന് എന്റെ മുന്നിൽ നിന്നത് പണമല്ലായിരുന്നു, അത്യധികം ബഹുമാനം അർഹിക്കുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു, ഒരു ശുദ്ധ ആത്മാവായിരുന്നു. എന്റെ കയ്യിൽ ആ പ്രിയ സുഹൃത്തിന് നൽകാൻ ഒരു പിടി മുല്ലപ്പൂക്കൾ ഉണ്ടായിരുന്നു. ആരും എന്നെ തിരിച്ചറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്രശസ്തി ആയിരുന്നില്ല എന്റെ ലക്ഷ്യം, മറിച്ച് ഈ പ്രവൃത്തി പ്രപഞ്ചത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തണം എന്നതായിരുന്നു. ആത്മാർത്ഥതയോടെ നാം ഒന്ന് ചെയ്യുമ്പോൾ സാക്ഷിയായി പ്രപഞ്ചം മാത്രം മതിയാകും. തിരിച്ചറിയപ്പെടാതെ മടങ്ങാനായിരുന്നു എനിക്കിഷ്ടം. ആരും എന്നെ തിരിച്ചറിയില്ല എന്നാണ് ഞാൻ കരുതിയത്. അതിൽ ഞാൻ സമാധാനവും കണ്ടെത്തിയിരുന്നു. എന്നാൽ സംവിധായകൻ രാജ് പ്രഭാവതി മേനോൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കുകയും പിന്നീട് എനിക്ക് അദ്ദേഹം മെസ്സേജ് അയക്കുകയും ചെയ്തു. അദ്ദേഹം അയച്ച വാക്കുകൾ എന്റെ കണ്ണു നിറച്ചു. ഇന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങളെ കണ്ടപ്പോൾ സത്യസന്ധമായും വലിയ സന്തോഷം തോന്നി. പവിത്രമായ സൗഹൃദം, ശുദ്ധമായ ബഹുമാനം. ശ്രീനിയേട്ടന് വേണ്ടി മാത്രം ചെന്നൈയിൽ നിന്ന് ഇത്രയും ദൂരം ഓടിയെത്തിയത് നിങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ഒരു നല്ല മനുഷ്യൻ, ഒരു യഥാർത്ഥ സുഹൃത്ത് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. വലിയൊരു ആലിംഗനം, വലിയ ബഹുമാനം. ഇന്ന് നിങ്ങൾ എനിക്കൊരു വലിയ ജീവിത തത്വം പഠിപ്പിച്ചു തന്നു. ഒരു പാഠത്തേക്കാൾ ഉപരി ഒരു ഫിലോസഫി. എന്നോടൊപ്പം എന്നും നിലനിൽക്കുന്ന ഒന്ന് ഞാൻ ഇന്ന് പഠിച്ചു. നന്ദി സാർ. ഒരുപാട് സ്നേഹവും അഗാധമായ ബഹുമാനവും അവിടെ കണ്ട എല്ലാ നായകന്മാർക്കും ഇടയിൽ നിങ്ങളാണ് ഏറ്റവും വലിയ താരം. അവരെല്ലാം പുതുതലമുറ ജൻസി കുട്ടികളാണ് സാർ. ഇന്ന് അവർ നിങ്ങളുടെ സിനിമകൾ കാണാൻ പോകുകയാണ്.
ഒരു യഥാർത്ഥ ഹീറോ എന്നാൽ എന്താണ് എന്ന് എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് യാതൊരു ബഹളവും ഇല്ലാതെ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വലിയ സങ്കടമായി എന്ന് രാജേഷ് എനിക്കയച്ച മെസ്സേജുകളാണിവ. ആ വാക്കുകൾ നിശബ്ദമായി എൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നു. ദുഃഖവീട്ടിൽ ഞാൻ ശൂന്യതയുമായി സംസാരിച്ചു കൊണ്ടിരുന്നത് നിർമ്മാതാവ് മിസ്റ്റർ ആൻഡോ ജോസഫ് മമ്മൂട്ടി സാറിനോട് പറഞ്ഞിട്ടുണ്ടാകണം. ശ്രീനിവാസന്റെ അന്ത്യയാത്രയ്ക്കായി ചിത ഒരുങ്ങിക്കൊണ്ടിരിക്കെ അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന എന്നെ ആ ചൂട് ശ്രീനിയുടെ ശരീരം അറിയില്ല എന്ന ചിന്ത പൊള്ളിച്ചു. അതിൽ കൂടുതൽ അവിടെ നിൽക്കാൻ കഴിയാതെ ദുഃഖത്തോടെ പുറത്തിറങ്ങിയപ്പോൾ മമ്മൂട്ടിയെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ശ്രീനിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ സ്നേഹനിർഭരമായ ആതിഥേയത്വത്തിൽ സൗഹൃദത്തിന് ഭാഷാഭേദങ്ങളില്ല. ആരും അറിയാതെ വന്ന് ആദരവർപ്പിച്ചു മടങ്ങുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. ശുഭനിദ്ര സുഹൃത്തുക്കളെ എന്നാണ് പാർത്ഥിബൻ പറഞ്ഞത്. രാഷ്ട്രീയത്തോടും സാമൂഹിക പ്രശ്നങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന സിനിമാക്കാരൻ എന്ന പതിവ് രീതിയെ അദ്ദേഹം പൊളിച്ചടുക്കി. അപ്രിയ സത്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ശ്രീനിവാസനെ സിനിമാ ലോകത്തെ വ്യത്യസ്തനാക്കി മാറ്റി. കണ്ണൂരിലെ പാട്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ശ്രീനിവാസൻ തന്റെ രാഷ്ട്രീയ ബോധത്തെ വെള്ളിത്തിരയിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഖരീബി ഹഠാവോ എന്ന നാടകം എഴുതി അവതരിപ്പിക്കാൻ കാണിച്ച അതേ ആർജവം തന്നെയാണ് പിൽക്കാലത്ത് സന്ദേശം പോലുള്ള സിനിമകളിലൂടെ രാഷ്ട്രീയ ജീർണതകളെ നഖശിഖാന്തം വിമർശിക്കാൻ അദ്ദേഹത്തിന് കരുത്തായത്. സാധാരണക്കാരന്റെ സങ്കടങ്ങളും തൊഴിലില്ലായ്മയും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച അദ്ദേഹം ദാസനായും വിജയനായും മോഹൻലാലിനൊപ്പം വെള്ളിത്തിരയിൽ തകർത്താടി. വടക്കുനോക്കിയന്ത്രം എന്ന ചിത്രത്തിലെ തളത്തിൽ ദിനേശനായും ചിന്താവിഷ്ടയായ ശ്യാമളയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെയും സംവിധായകനായും അദ്ദേഹം തന്റെ മാസ്റ്റർ ക്ലോസ് തെളിയിച്ചു. അസുഖങ്ങൾ വേട്ടയാടിയപ്പോഴും തന്റെ നർമ്മബോധം കൈവിടാത്ത ആ പോരാട്ട വീര്യം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. വൈസ് പ്രിൻസിപ്പളായിരുന്ന എ പ്രഭാകരനിൽ നിന്ന് അഭിനയ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയ ആ കണ്ണൂറുകാരൻ മലയാള സിനിമയിൽ ഒരു യുഗത്തിന്റെ തന്നെ അവസാനമായാണ് ഇന്ന് ചരിത്രത്തിലേക്ക് മടങ്ങുന്നത്. പകരക്കാരില്ലാത്ത ആ വലിയ ചിന്തകനും വിപ്ലവകാരിയും ഇനി മലയാളിയുടെ ഓർമ്മകളിൽ ചിരിയും ചിന്തയുമായി ജീവിക്കും. മുഖ്യബോധമില്ലാത്ത കച്ചവട സിനിമകളുടെ പടപ്പുകൾക്കിടയിൽ സിനിമയെ എങ്ങനെ ജനപ്രിയ ബദലായി മാറ്റാമെന്ന് ശ്രീനിവാസൻ കാണിച്ചു തന്നു. കച്ചവട സിനിമയുടെ കളങ്കിത ഭാവങ്ങളെ തന്റെ സിനിമകളിലൂടെ അദ്ദേഹം പ്രതിരോധിച്ചു. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ കഥാകൃത്തായി മാറിയ ശ്രീനിവാസൻ തിരക്കഥ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. രാഷ്ട്രീയത്തോടും സാമൂഹിക പ്രശ്നങ്ങളോടും പുറം തിരിഞ്ഞു നിൽക്കുന്ന സിനിമാക്കാരൻ എന്ന പതിവ് ശൈലിയെ അദ്ദേഹം പൊളിച്ചടുക്കി. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ വ്യത്യസ്തൻ സിനിമയ്ക്കകത്തും പുറത്തുമുള്ള അപ്രിയ സത്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും വിളിച്ചു പറഞ്ഞു. സിനിമയിലെ സൂപ്പർ താര പദവികളെ പരിഹസിച്ചു. മലയാളിയുടെ കാപ്പട്യങ്ങളെ തളത്തിൽ ദിനേശനായും കുമാരൻ പിള്ളയായും അദ്ദേഹം വെള്ളിത്തിരയിൽ പകർത്തി. അങ്ങനെ സിനിമയിൽ ശ്രീനിവാസൻ മറ്റൊരു വഴിയിലൂടെ നീങ്ങി. 1956 ഏപ്രിൽ 4 കണ്ണൂരിലെ പാട്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തന്റെ രാഷ്ട്രീയ ബോധത്തെ വെള്ളിത്തിരയിലെ ഏറ്റവും ശക്തമായ ആയുധമാക്കി മാറ്റുകയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.